യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവൻ സമ്മതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമ്മതിക്കുമായിരിക്കും. അത് അവനീ അഞ്ജന മോളോടുള്ള വാത്സല്യവാ. പക്ഷേ അത് മനസ്സിലാക്കേണ്ടത് മോളാ. ഗീതമ്മേ, എനിക്ക് ഭർത്താവുണ്ട്, ഭർത്താവിന്റെ ബന്ധുക്കളും ഉണ്ട്. പക്ഷേ എന്റെ ഈ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവളെ ഒരിടത്തും മാറ്റിക്കിടത്താൻ എനിക്ക് വിശ്വാസം പോരാ. എനിക്ക് പേടിയാ. മോളെ, നിനക്ക് ഈ ഗീതമാമി വിശ്വാസമില്ലേ? ഞാനേ എന്റെ മുറി കിടത്താ ഇവളെ. അത് ശരിയാവില്ല മോളെ. സമ്മതിക്കും മോളെ. ആ പോയിക്കോ. വാ. മോളെ വാ. ഇതെന്താ രാത്രി ഊമക്കൊയിലിനെ കൂട്ടിക്കൊണ്ടൊരു വരവ്? എന്താമ്മേ, രാത്രി ഇവക്ക് ഉറക്കമൊന്നുമില്ലേ? ഉറങ്ങാൻ തന്നെയാ വന്നത്. ഉറങ്ങാനോ? അഞ്ജന മോളിന്ന് ഇവിടെയാ എന്റെ കൂടെയാ കിടന്നുറങ്ങാൻ പോകുന്നത്. അമ്മേ, നിങ്ങക്ക് ഭ്രാന്ത് പിടിച്ചോ? കൊള്ളാലോ, ഇവിടെ കൂട്ടില്ലാത്ത പോലെ ഇവളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നോ? അമ്മ തമാശ പറഞ്ഞതായിരിക്കും അല്ലേ? തമാശയല്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഇവിടെ അതൊന്നും നടക്കില്ല അമ്മേ. ഇപ്പൊ പറഞ്ഞു വിടണ ഇവളെ, ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇന്നിവിടെ ഈ കട്ടിലിൽ എന്റെ കൂടെയാ അഞ്ജന മോള് കിടക്കാൻ പോകുന്നത്. ആഹാ, എങ്കിലേ അമ്മയും ഇവളും കൂടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ വേറെ മുറിയിൽ പോയി കിടന്നോളാം. ആ പൊയ്ക്കോ. ആരാ വേണ്ടാന്ന് പറഞ്ഞത്? നല്ല ബെസ്റ്റ് കൂട്ടം. ബാത്റൂമിലെങ്ങനെ കാല് വഴുതി വീണാലേ ഒന്ന് വിളിച്ചു കൂവാൻ പോലും പറ്റാത്തവളാ കൂട്ട്. നിങ്ങളെ അവിടെ കിടക്കത്തേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട, ഇവളിങ്ങനെ തല തെറിച്ചൊരു ജന്മായി പോയി. അവളുടെ മോന്തിരിക്കുന്നത് കണ്ടില്ലേ? എന്തോടി ഇത്? അപശകുനം പിടിച്ചൊരു ജന്മം. ചുമ്മാതല്ല, തല എടുക്കുന്നതിന് മുൻപ് തള്ളയും തന്തയും ചത്തൊടുങ്ങിയത്. നിന്റെ അച്ഛൻ പിന്നെ ദുബായിൽ പോയതായിരിക്കും. കഷ്ടം. അതെങ്ങനെയാ? വകതിരിവ് അടുത്തൂടി പോലും പോയിട്ടില്ലല്ലോ. എന്റെ ഈശ്വരാ, ഇങ്ങനൊരു സാധനം എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. നിങ്ങൾക്കിപ്പൊ ഞാൻ ശാപം. നിങ്ങളെ ഇവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടന്നോ. ഇപ്പൊ ഞാൻ പറയുവാ, നിങ്ങള് വയസ്സായി ചാവാൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. അത് നീ പറയാതെ തന്നെ എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഞാൻ പണ്ടേ വെച്ചിട്ടില്ല. മോള് ചെന്ന് കിടക്ക്. കിടക്ക്. എണീക്കടി. മോള് കിടക്ക്. ഇവളെന്താ ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് നോക്കട്ടെ. കിടക്ക് മോള്, കിടക്ക്. അങ്ങോട്ട്. അയ്യോ, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വിരിച്ച ഷീറ്റില് നീ അങ്ങനെ മലർന്ന് കിടക്കണ്ട. ആഹാ, ഈ രാത്രി എന്നെ മുറിയിൽ ഇറക്കി വിട്ടേന് ഞാൻ വെച്ചിട്ടുണ്ട്. മോള് വിഷമിക്കണ്ട, അതങ്ങനൊരു സാധനമാ. ഞാനേ മോൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഗീതമ്മയുടെ കല്യാണ കഥ. പകരം മോൾ എനിക്കൊരു പടം വരച്ചു തരണം. എന്താ, ഓക്കെ ആണോ?
ചിരിക്കടാ. നമ്മൾ എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ദിവസത്തെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്ത് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ഉറക്കം കിട്ടുള്ളൂ എന്നാ ഞങ്ങളുടെയൊക്കെ കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത്. നല്ല പാൽ നിലാവ് പോലത്തെ ചിരിയല്ലേ എന്റെ മോക്കുള്ളത്? ഒന്ന് ചിരിക്കടാ അങ്ങോട്ട്. ആ നമുക്കേ ഇതൊക്കെ ഒന്ന് വിരിക്കാം. പിടിക്ക. എന്താ മോളെ, എന്തുപറ്റി? എന്താടി? മാറങ്ങോട്ട്. മാറട്ടെ അങ്ങോട്ട്. ഇതെന്താ? നീ കുറച്ചു മുമ്പ് വെല്ലുവിളിച്ച് പോയതല്ലേ? അവിടെ ഭയങ്കര കൊതുക. ഫുൾ എയർ കണ്ടീഷൻ വീട്ടിലോ? കൊതുകോ? ഞാനിപ്പോ ഇവിടെ കിടക്കുന്നുള്ളൂ. ആഹാ, ഇങ്ങോട്ട് എണീക്കടി. എണീറ്റ് വാടി. നീ അങ്ങനെ ഇപ്പൊ ഇവിടെ കിടക്കണ്ട. എനിക്ക് കിടന്നോളാം. ഇങ്ങോട്ട് വാടി. എണീറ്റ് നടക്കാൻ. ഇങ്ങോട്ട് വാടി. ഇറങ്ങും. നിന്നോട് പറഞ്ഞ ഇറങ്ങാം. ഞാൻ തളർന്ന് കിടക്കുമ്പോ എനിക്ക് ഒരു തുള്ളി വെള്ളം തരില്ല എന്ന് പറഞ്ഞിവിടില്ലേ നീ? ആ നീ ഒറ്റയ്ക്ക് അങ്ങ് കിടന്നാ മതി. ഇറങ്ങോട്ട്. ഇറങ്ങോട്ട്. പൊടി. പേടിച്ച് വരണ്ട് വന്നതാ. കുറച്ച് അഹങ്കാരം കുറയട്ടെ. മോള് കിടന്നോ? മോള് ഒന്ന് ശ്രദ്ധിക്കണ്ട. അവൾ അവിടെ കിടന്ന് തട്ടട്ടെ. മോളിടുന്ന് ഉറങ്ങാൻ നോക്ക്. ഇവളെന്ന് എന്താടി? രാത്രിയായി കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? വെറുതെ തട്ടി വിളിച്ച്. അമ്മ ഞാനും കൂടി ഈ മുറിയില്. വേണ്ട. നിനക്കേ ആ കൊച്ച് എന്റെ കൂടെ കിടക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടി നീ അവിടെ വന്ന് കിടക്കണ്ട. ആ കുഞ്ഞിന്റെ ഉറക്കം കളയാനല്ലേ നീ ഇങ്ങനെ തട്ടിയും മുട്ടിയും ബഹളം ഉണ്ടാക്കുന്നത്? നീ പോയി നീ കിടന്ന മുറി ചെന്ന് കിടക്ക്. പോ. ചെല്ലടി. അല്ല ഞാൻ ചെല്ലടി അങ്ങോട്ട്. കിടക്ക്.